ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ജില്ലയിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് മഴ ശക്തിപ്പെടുന്നത്? അപകടകരമായ സ്ഥിതിയിലേക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശങ്ങളിൽ സ്ഥിതി മാറുന്നുണ്ടോ? എന്തൊക്കെ മുന്നറിയിപ്പുകൾ, മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട്? പ്രജീഷ, എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ തുടരുന്നതിനാൽ തന്നെ വലിയ തോതിൽ നീരൊഴുക്കുണ്ട്. ആ നീരൊഴുക്കാണ് നമ്മളിപ്പോൾ കാണുന്ന ഇത് വടക്കൻ പറവൂർ കുന്നുകര ആണ്. ഈ കുന്നുകര പഞ്ചായത്തിലെ ഈ 12-ാം വാർഡാണ്. ഈ 12-ാം വാർഡിലെ വീടുകളിലൊക്കെ പൂർണ്ണമായും വെള്ളം കയറിയിരിക്കുന്നു. ഇവിടെ നിന്നൊക്കെ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് 2 സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. ചിലരൊക്കെ അടുത്ത വീടുകളിലെ മുകളിലത്തെ നിലയിലേക്കും മറ്റുമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളൊപ്പം ഇവിടുത്തെ ഈ വീട്ടിലെ അമ്മ ചേരുന്നു. നമ്മുടെ പേരെന്താ? അമ്മണി. വെള്ളം എപ്പോഴാണ് കയറി തുടങ്ങിയത്? വെളുപ്പിന് 5 മണിയായി. 5 മണിക്ക് ഞങ്ങൾ എണീറ്റപ്പോൾ പെര നിറച്ച് വെള്ളം. അപ്പം ഞങ്ങൾ പിന്നൊക്കെ എടുത്ത് ഒക്കെ പുറത്തോട്ട് ഇറങ്ങി. പുറത്തോട്ട് അതിലൊക്കെ വീട്ടിലേക്ക് പോയി. അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ? ഇല്ല, അങ്ങോട്ട് കയറിയിട്ടില്ല. ഇവിടെ ഇപ്പൊ ഏകദേശം ഈ ഒരു പ്രദേശത്ത് ഏകദേശം എത്ര വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്? ഇവിടെ ഇപ്പോൾ ഒരു 5-6 വീടുകളും ഉണ്ട്. അവരൊക്കെ ഇതേപോലെ പല വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും വെള്ളം കയറുന്ന സ്ഥലമാണോ? എപ്പോഴും ഇങ്ങനെ നല്ലോണം കർക്കിടക മാസം ഇതിന മാസത്തിലൊക്കെ വരാറുണ്ട്. ഇത്രയും വരാറുണ്ടോ? ഇത്രയും വരാറുണ്ട്. ഈ വീടൊക്കെ ആദ്യത്തെ 18 വെള്ളത്തിന് ഈ വീടിന്റെ മുകളിൽ ഈ ലയം കമ്പിയുടെ മുകളിലായിരുന്നു വെള്ളം. ആണല്ലേ? ഇതിപ്പോ ഇന്നിപ്പോ പെട്ടെന്ന് അപ്രതീക്ഷിതമായിരുന്നല്ലേ? ഇതിപ്പോ പെട്ടെന്നുള്ള വെള്ളം ഞങ്ങൾ അറിഞ്ഞു പോലുമില്ല. സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാൻ പറ്റിയോ? മാറ്റാനോ കുറച്ചൊക്കെ അവിടെ കിടപ്പുണ്ട് വെള്ളത്തിൽ തന്നെ ഇട്ടൊക്കെ. ഞങ്ങളുടെ പെര പൊട്ടിപ്പൊളിഞ്ഞേക്കണായിരുന്നു. ഞങ്ങൾക്ക് ധൈര്യമില്ല, പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെയാണ് ഈ പ്രദേശത്തൊക്കെ ഇന്ന് രാവിലെയോടുകൂടി പെട്ടെന്നാണ് വെള്ളം ഇരച്ചെത്തിയതെന്നാണ് ഈ പ്രദേശവാസികളും മറ്റുമൊക്കെ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഈ ചാലക്കുടി പുഴയാറും അതോടൊപ്പം തന്നെ ഈ പെരിയാറും, ഈ രണ്ടും ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന സ്ഥലമാണ്. രാവിലെയോടുകൂടി പെരിയാറിൽ നിന്ന് വലിയ തോതിലുള്ള നീരൊഴുക്കുണ്ടായിരുന്നു. ആ നീരൊഴുക്കാണ് ഇത്രയേറെ ശക്തിയായി വർദ്ധിച്ചത്. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ചാലക്കുടി പുഴയാറിലെയും നീരൊഴുക്ക് കൂടിയതാണ് ഈ വെള്ളം ഇങ്ങനെ ഇരച്ച് എത്താൻ കാരണം. ഏകദേശം 10-15ഓളം വീടുകൾ ഈ 12-ാം വാർഡിൽ തന്നെ പൂർണ്ണമായിട്ടും മുങ്ങിയിട്ടുണ്ട്. 2 സ്കൂളുകളാണ് പ്രധാനമായിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഈ നീരൊഴുക്ക് ആ പുഴയിലേക്ക് നോക്കിയാൽ കാണാം. അതിശക്തമായ രീതിയിലുള്ള നീരൊഴുക്കാണ്. തൊട്ടിപ്പുറത്ത് ഈ കാണുന്നത് റോഡാണ്. ആ റോഡിലാണ് ഇപ്പോൾ ആളുകൾ വള്ളം ഇട്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസികൾ മറ്റുമൊക്കെ ഉണ്ട്. വാർഡ് മെമ്പർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് വാർഡ് മെമ്പറോട് ചോദിക്കാം. മെമ്പർ, ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴും വെള്ളം ക്രമാതീതമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആളെ മാറ്റാനായിട്ട് വഞ്ചിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആളെ നമ്മൾ ഇപ്പോൾ ചലാക്ക് സ്കൂളിൽ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി. കാണുന്നത് റോഡാണല്ലോ. ഈ കാണുന്ന അങ്ങോട്ട് നോക്കുന്ന സമയത്ത് കാണുന്നത് ഈ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന റോഡാണ് ഇത് കാണുന്നത്. റോഡിൽ ഏകദേശം എത്രത്തോളം? അരയ്ക്ക് വെള്ളമുണ്ട് നമുക്ക്. ഇപ്പം നമുക്ക് അരയ്ക്ക് മുകളിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇതിൽ കൂടി പോകാൻ സാധിക്കില്ല. ഇതിൽ കൂടി വേണം പോകാനായിട്ട്. ഇപ്പം ഏകദേശം ഇപ്പം ഈ ഭാഗത്ത്, ഈ 2 ഭാഗത്തുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി ഉൾപ്പെടെയുള്ള വീടാണ്. അവിടെ നിന്നൊക്കെ എല്ലാവരെയും നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. ഏകദേശം 23 വീടിൻ്റെ അകത്ത് നിലവിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിലൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വെളുപ്പിന് 3 മണിക്ക് ശേഷമാണ് വെള്ളം വന്നത്. പെരിയാറിൽ നിന്നുള്ള വെള്ളവും ഇപ്പം നിലവിൽ 11 മണിക്ക് ശേഷം ചാലക്കുടിയാറിൽ നിന്നുള്ള വെള്ളമുണ്ട്. ഈ 2 വെള്ളം കൂടി വന്നതോടുകൂടി ഈ തുരുത്ത് നിലവിൽ ഒറ്റപ്പെട്ട രീതിയിലാണ്. ഇപ്പോൾ പല സ്ഥലത്തുനിന്ന് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ മുകളിൽ കയറ്റി വയ്ക്കാനും. ഒരു 3 മണിക്ക് ശേഷം ആളുകളെ നമ്മൾ സ്കൂളുകളിലേക്കും അവരുടെ ബന്ധുവീടുകളിലേക്കും ഷിഫ്റ്റ് ചെയ്യും. നിലവിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്തുണ്ട്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് അദ്ദേഹത്തിൻ്റെ PA ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എല്ലാവിധ ഹെൽപ്പായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ 2018 പ്രളയം ആണ് ആളുകളുടെ മനസ്സിൽ. അത് വലിയൊരു ആശങ്കയായിട്ട് ആളുകളുടെ ഉള്ളിലുണ്ട്. സമയത്ത് ഏകദേശം വലിയ തോതിൽ വെള്ളം കയറി. പ്രളയം ഈ തുരുത്തെന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത രീതിയിൽ മുങ്ങി. ഇപ്പം നമ്മുടെ പെരയിൽ കാണുന്ന ആ വീടിൻ്റെ മുകളിൽ കൂടിയൊക്കെ ആയിരുന്നു വെള്ളം പോയിക്കൊണ്ടിരുന്നത് പ്രളയത്തിൽ 2018. ആ ഭീതി എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. അതാണ്. ഏകദേശം എത്ര വീടുകളിൽ പൂർണ്ണമായിട്ടും വെള്ളം കയറി? 23 വീടുകളുടെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവരുടെ വീടുകളിൽ ഉള്ളിൽ. പിന്നെ ചുറ്റുവട്ടത്ത് വീട് ഒറ്റപ്പെട്ട രീതിയിലുള്ള വീടുകൾ അനവധിയുണ്ട്. ഇത് പോരെങ്കിൽ ഒരു തുരുത്താണ്. നമ്മളെ പെരിയാറിനാലും ചാലക്കുടിയാറിനാലും ചുറ്റപ്പെട്ടൊരു തുരുത്തും കൂടിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ കൂടിയാണ്. ആളുകളെല്ലാവരും ഇപ്പോഴും ക്രമാതീതമായിട്ട് കൃത്യമായിട്ടൊരു ഉത്തരം ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. വില്ലേജിൽ നിന്നോ താലൂക്കിൽ നിന്നും കൃത്യമായിട്ടൊരു നിർദ്ദേശം നമുക്ക് കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരും മറ്റുമൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മെമ്പറാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏകദേശം രാവിലെയോടുകൂടിയൊക്കെ തൊഴിലിന് പോയ ആളുകളാണ് ഇവരല്ലേ അല്ലേ? രാവിലെ ജോലിക്ക് പോയത്? അതെ, ജോലിക്ക് പോയതാണ്. തിരിച്ചു വന്നു. അങ്ങനെ വെള്ളം കയറുന്ന പറഞ്ഞിട്ട് കാരണം വീടുകളിലേക്കെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കയറ്റി വയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വന്നതാണ് പെട്ടെന്ന്. കാരണം ചാലക്കുടി പെരിയാറും 2 സൈഡിൽ നിന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. കാരണം രാവിലെ പോകുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതനുസരിച്ചാണ് എല്ലാവരും ജോലിക്ക് പോകാൻ തയ്യാറായത്. പക്ഷേ ജോലിക്ക് പോയിട്ട് തിരിച്ച് ഓടി വരേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോഴും ആളുകൾ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരുടെ വീടുകളിൽ സാധനങ്ങൾ കയറ്റി വയ്ക്കാനും ഒക്കെ ആയിട്ട്.
ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മളിപ്പോ നിൽക്കുന്നത് തൊട്ടപ്പുറത്തെ പുഴയും അവിടുത്തെ വെള്ളക്കെട്ട് വളരെ രൂക്ഷമാണ്. ശ്യാം പ്രസാദ് ഉത്തമൻ, വടക്കൻ പറവൂരിലെ ദുരിത കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചത്. അങ്ങേയറ്റം ദുരിതമയമാണ്. അവിടെയുള്ള ആളുകളൊക്കെ തന്നെ ശ്രദ്ധിക്കണം.